ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. ഓഡിബിൾ ആണല്ലോ അല്ലേ? കേൾക്കാലോ അല്ലേ? കേൾക്കാം, ഓഡിബിൾ ആണ്. ഓക്കെ. അപ്പം നമ്മൾ ഇത്രയും ദിവസം കാത്തു നിന്ന പോലെ ഓറിയന്റേഷൻ തുടങ്ങിയ അന്ന് തൊട്ട് നമ്മൾ കുറച്ച് ദിവസം 10 സെഷൻസ് ഉണ്ട്, ഇത്ര സെഷൻസ് ഉണ്ട്, നമ്മൾ വഴിയെ കാണാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നമ്മുടെ ലാസ്റ്റ് സെഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് നമ്മളുടെ സെഷൻ 10, അതായത് നമ്മുടെ ലോഞ്ച് പാഡ് റാപ്പപ്പ് ആൻഡ് ഫീഡ്ബാക്ക് കളക്ഷൻ ആണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സെഷനകത്ത് വരിക. നിങ്ങൾ ബികോം Jan 25 ബാച്ചിന്റെ ഓറിയന്റേഷന്റെ ഒരു എൻഡും അതേപോലെ തന്നെ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ ജേർണിയുടെ ഒരു കറക്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റുമാണ് ഇന്നെന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ടൈം ടേബിൾ ഒക്കെ ഷെയർ ചെയ്തു, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങി. പക്ഷെ എങ്കിൽ പോലും ഒഫീഷ്യലി നമ്മളൊരു സ്റ്റാർട്ടിങ് എഡ്യൂക്കേഷൻ മോഡ് മാത്രമായ എന്ന രീതിയിൽ നമ്മളൊരു പാത്തിലേക്ക് കറക്റ്റ് ആയിട്ട് കടക്കാൻ പോവുകയാണ്. അപ്പം അതിനു മുമ്പ് നമ്മൾക്ക് കുറെ കാര്യങ്ങൾ റാപ്പപ്പ് എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് അറിയാം, കുറെ കാര്യങ്ങൾ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാനുണ്ട്. കുറെ കാര്യങ്ങൾ നിങ്ങളോട് നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞിരുന്നു, നിങ്ങളുടെ ബെസ്റ്റ് പെർഫോമേഴ്സിനെ ഒക്കെ കണ്ടുപിടിക്കുമെന്നല്ലേ. അപ്പൊ നിങ്ങളിൽ നിന്ന് അങ്ങനെ സെലക്ട് ചെയ്തിരിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്ന് അറിയാനുള്ള ഒരു എന്തോ ഒരു നിങ്ങളൊരു ആ ഒരു ത്രില്ലിലൊക്കെ അല്ലേ. അപ്പൊ അതൊക്കെ ഷെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ദിവസമുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്യുന്ന ഒരു സെഷൻ ആയിരിക്കും ഇന്ന് പറയുന്നത്. അപ്പം എല്ലാവരെയും അതിലേക്ക് ഹാർദവമായി ഇൻവൈറ്റ് ചെയ്തുകൊള്ളുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ സെഷനിൽ എന്റെ കൂടെ ഇത് ലീഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കൊമേഴ്സിലെ മെന്ററായ അനുഷ മാം ഉണ്ട്. കൂടാതെ ഇംഗ്ലീഷിലെ മെന്ററായ ജയ്ഷ മാമും ഗായത്രി മാമും ഉണ്ട്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളുടെ 10th സെഷനിലോട്ട് ഹാർട്ട്ലി വെൽക്കം. നമുക്ക് സെഷൻ എന്നാ സ്റ്റാർട്ട് ചെയ്യാം. മാം, അനുഷ മാം, ഓവർ ടു യു. സോ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഇത്രയും കഴിഞ്ഞൊരു 9 സെഷൻസിന്റെ ഒരു ക്വിക്ക് റീക്യാപ്പ് നമുക്ക് നോക്കാം. സോ നമ്മുടെ ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് സ്പാർക്ക് കിക്ക് ഓഫ് ആൻഡ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആയിരുന്നു. സോ ആ ഒരു സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ ബാച്ച്മേറ്റ്സിനെ ഒക്കെ പരിചയപ്പെട്ടു. ഒരു തികച്ചും ഭയങ്കര ഫൺ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. ആൻഡ് ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഒരു നമുക്ക് എന്താ ഭയങ്കര ആ ഒരു സീരിയസ് എന്നല്ലാതെ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഭയങ്കര എന്റർടൈൻ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു സെഷൻ 1 എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സെഷൻ 2 എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഇഗ്നോ അൺബൗണ്ട് എക്സ്പ്ലോറിംഗ് റിസോഴ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു. സോ ഇതിൽ നമ്മുടെ ഇഗ്നോനെ കുറിച്ചും അതേപോലെ ദാറ്റ് ഇസ് ഒരുപാട് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതേപോലെ റിസോഴ്സസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ എങ്ങനെ നമുക്ക് അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു നമ്മുടെ ഇഗ്നോ അൺബൗണ്ട് എക്സ്പ്ലോറിംഗ് റിസോഴ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞ സെഷൻ 2. ഇനി നമ്മൾ കഴിഞ്ഞ സെഷൻ 3 എന്ന് പറയുന്നത് ഇന്നോവേറ്റ് വിത്ത് ലേൺ വൈസ് സ്ട്രാറ്റജീസ് ഫോർ മോഡേൺ ലേണിംഗ്. സോ ഈ ഒരു സെഷനിൽ പറഞ്ഞ തികച്ചും നമ്മുടെ അക്കാഡമിക് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. ഇതിൽ നമുക്ക് നമ്മുടെ സിലബസ് ഡീകോഡിംഗ് ഉണ്ടായിരുന്നു, ഏതൊക്കെ സബ്ജക്ട്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, സോ അത് ഓരോ സബ്ജക്ട്സും എങ്ങനെയൊക്കെയാണ്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് എന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാനുള്ള ടൈം ടേബിൾ ലോഞ്ചും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു സെഷൻ 3 ഉണ്ടായിരുന്നത്. അതിനുശേഷം വന്ന സെഷൻ 4 ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പ് നാവിഗേറ്റിംഗ് ലേൺ വൈസ് പ്ലാറ്റ്ഫോംസ്. സോ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പ് ഉണ്ട്. അപ്പം നമ്മൾക്കിപ്പം എന്തൊക്കെ ലേൺ വൈസിന്റെ പ്ലാറ്റ്ഫോംസും കാര്യങ്ങളൊക്കെയും അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സെഷനിൽ കവർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ സെഷൻ 5 ഇലുമിനേഷൻ അലുമിനി സക്സസ് സ്റ്റോറീസ്. സോ ഇതിൽ നമുക്ക് നമ്മുടെ ഒരുപാട് അലുമിനീസിന്റെ നമുക്ക് അതിന് കുറച്ച് സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് അലുമിനീസിന്റെ സക്സസ് സ്റ്റോറീസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിലൂടെ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ അതൊക്കെ കിട്ടുക, അതായിരുന്നു നമ്മുടെ ഒരു പേർപ്പസ് എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ ഒരു സെഷൻ ആയിരുന്നു സെഷൻ 5, ദാറ്റ് ഇസ് അലുമിനി സക്സസ് സ്റ്റോറീസ് എന്ന് പറയുന്നത്. ഇനി സെഷൻ 6 എന്ന് പറയുന്നത് ദ പവർ ഓഫ് കമ്മ്യൂണിറ്റി മീറ്റ് ദ ലേൺ വൈസ് ടീം ആയിരുന്നു. സോ ഇത് നമ്മുടെ എൻറ്റയർ ലേൺ വൈസ് ടീമിനെ നമ്മൾ പരിചയപ്പെട്ടു. അതായത് നിങ്ങളിപ്പോൾ മേ ബി ഇപ്പം നിങ്ങളുടെ ഡയറക്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ മെന്റർ, അതേപോലെ നിങ്ങളുടെ ACs, അങ്ങനെ കുറച്ച് പേരായിരിക്കും നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവുക. സോ അതല്ലാതെ ഹോൾ ടീം എത്രത്തോളം ആരൊക്കെയാണ് ടീമിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു സെഷൻ 6 എന്ന് പറയുന്നത്. പിന്നെ സെഷൻ 7 ഫ്ലുവൻറ്റ് ആൻഡ് ഫിയർലെസ് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. സോ ഈ ഒരു സെഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ EP കോഴ്സിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ ആ ഒരു കോഴ്സിന്റെ കാര്യങ്ങളും അതേപോലെ നമ്മുടെ ഇപ്പം ലാംഗ്വേജും അതേപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ കാര്യങ്ങളും അതിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പം അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു സെഷൻ 7 എന്ന് പറയുന്നത്.
ഇനി വരുന്നതാണ് സെഷൻ 8 എന്ന് പറയുന്നത് ഫ്യൂച്ചർ ബ്ലൂ പ്രിന്റ് കരിയർ പ്ലാനിങ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ്. സോ ഇതിൽ നമുക്ക് നമ്മുടെ കരിയർ പ്ലാനിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗസ്റ്റ് ദാറ്റ് ഒരു ഫാക്കൽറ്റി നമുക്ക് ഉണ്ടായിരുന്നു. സോ അവരുടെ നമ്മുടെ ഗൈഡൻസും അതേപോലെ എങ്ങനെയൊക്കെ നമ്മുടെ കരിയർ പ്ലാനിങ്ങിന് എങ്ങനെയൊക്കെ എന്തൊക്കെ നമ്മൾ ചെയ്യണം, അതേപോലെ സ്കിൽ ഡെവലപ്മെന്റിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, ആൻഡ് എങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. സോ ഓരോരുത്തരുടെയും കരിയറിന് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു സെഷൻ 8 എന്ന് പറയുന്നത്. പിന്നുള്ളതാണ് സെഷൻ 9. ഇപ്പം ലാസ്റ്റ് കഴിഞ്ഞ സെഷനാണ് സെഷൻ 9 എന്ന് പറയുന്നത് വെൽ ബീയിങ് ആൻഡ് ബാലൻസ്, മെന്റൽ ഹെൽത്ത് ആൻഡ് മൈൻഡ്ഫുൾനെസ്. സോ നമുക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യണതും അതേപോലെ നമ്മുടെ ഒരു മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അത് നമുക്ക് പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. സോ ആ ഒരു മെന്റൽ ഹെൽത്ത് ആൻഡ് മൈൻഡ്ഫുൾനെസ്, അതിന് ആ ഒരു ബാലൻസും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്കത് സ്ട്രെസ് മാനേജിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ചെയ്യാം, അതേപോലെ നമ്മുടെ ഹാപ്പിനെസ് അംബാസിഡർ ആണ് ഇതിൽ മെയിൻ ആയിട്ട്. സോ അതിന്റെ കാര്യങ്ങളൊക്കെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി സെഷൻ 10 ലോഞ്ച് പാഡ് ഫീഡ്ബാക്ക് ആൻഡ് റാപ്പപ്പ്. സോ ഈ ഒരു ലാസ്റ്റ് ഫൈനൽ സെഷനിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. സോ ഇതിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നോക്കാനുണ്ട് എന്നുള്ളത് ഈ ഒരു സെഷനിൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. സോ ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ ഫീഡ്ബാക്ക്, ദാറ്റ് ഇസ് നിങ്ങളുടെ ഫീഡ്ബാക്കും അതേപോലെ ഒരു ക്വിക്കായിട്ട് നമ്മളൊരു റാപ്പപ്പ് പോലെ ചെയ്യുകയാണ് ഇതിൽ. അപ്പം ഇത്രയും ഈ കഴിഞ്ഞ 9 സെഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്കറിയാം അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടും നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് കിട്ടുന്ന സെഷൻസ് ഒക്കെ ആയിരുന്നു നമുക്കിപ്പം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. സോ സെലിബ്രേറ്റ് ഹൗ ഈച്ച് ഓഫ് യു കോൺട്രിബ്യൂട്ടഡ് ആൻഡ് ലേൺഡ്. സോ ഇനി നമ്മൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇത്രയും കഴിഞ്ഞ ഒരു സെഷൻസിന്റെ ജേർണി, അപ്പൊ ആ ജേർണിയിലെ കുറെ മൊമെന്റ്സും കുറെ മെമ്മറീസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരു നല്ലൊരു വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോ നമുക്ക് പ്ലേ ചെയ്യാം. സോ ആ വീഡിയോ നമുക്ക് നിങ്ങൾക്ക് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും. സോ അത് ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോവാം. സോ അത് നമുക്ക് പ്ലേ ചെയ്യാം. Welcome to a visual journey. Together, we've embarked on a path of discovery and growth, experiencing both challenges and triumphs. Let's revisit these cherished times as we celebrate the bonds and insights we've gained. As our sessions conclude, the bonds and memories we've forged will endure. അപ്പൊ നിങ്ങളുടെ ഇത്രയും ദിവസത്തെ കുറച്ച് ജേർണിയിൽ കുറച്ച് കാര്യങ്ങൾ, ഇപ്പൊ ഇടയ്ക്കൊരു സൗണ്ടിന്റെ ഒരു ഇതുണ്ട്, നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് കിട്ടും വീഡിയോയെ, നമ്മളുടെ യൂട്യൂബിൽ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ നിങ്ങളുടെ ഒരു സ്വീറ്റ് മെമ്മറീസ് ഈ ഒരു
9 സെഷൻസിലെ ഒരു സ്വീറ്റ് മെമ്മറീസ് നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് റീകോൾ ചെയ്ത് കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ പരിചയമുള്ളത് നിങ്ങളുടെ കുറെ ബാച്ച്മേറ്റ്സിനെയും അല്ലെ നിങ്ങൾ ആ ഒരു സെഷൻസിൽ ഇരുന്നപ്പോഴത്തെ കുറച്ച് അനുഭവങ്ങളൊക്കെ ഇപ്പൊ ഒരു നിങ്ങളുടെ മെമ്മറിയിൽ കൂടെ ഒന്ന് ഓടിപ്പോയി കാണും അല്ലെ. അപ്പം ഈ ഒരു എന്താണ് ജസ്റ്റ് ഒരു നമ്മളുടെ ഈ ഒരു ഹാപ്പിയിൽ അല്ലെങ്കിൽ ഈ ഒരു സെഷന്റെ ഈ ഇതിൽ തന്നെ എന്താ നമ്മൾ പേര് പറഞ്ഞ പോലെ തന്നെ റാപ്പപ്പ് ചെയ്തുകൊണ്ട് എല്ലാം കൂടെ നമ്മൾ ഒത്തുചേർന്നുകൊണ്ട് ഈ ഒരു 9 സെഷന്റെ ഒരു ഓർമ്മയില് നമ്മൾ പുതിയൊരു തുടക്കം നമ്മളുടെ പഠിത്തവുമായിട്ട് റിലേറ്റ് ചെയ്ത് പുതിയൊരു തുടക്കം അല്ലെങ്കിൽ പുതിയൊരു ജേർണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമുക്ക് റാപ്പപ്പ് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, ബാക്കി നമ്മൾ മെയിൻ ആയിട്ട് നിങ്ങളോട് 1-2 കാര്യങ്ങളും കൂടെ പറഞ്ഞിരുന്നു അല്ലേ. ഫീഡ്ബാക്ക് എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ട്, നിങ്ങളുടെ ബെസ്റ്റ് പെർഫോമേഴ്സിന്റെ സെഷൻ ഉണ്ട് എന്നെല്ലാം പറഞ്ഞിരുന്നു. കാര്യങ്ങളെല്ലാം ഡിസ്ക്ലോസ് ചെയ്യുമെന്ന്. നമ്മൾ ഇന്ന് അതും കൂടാണ് നോക്കാൻ പോകുന്നത്. നെക്സ്റ്റ് നമുക്ക് നമ്മളപ്പം ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മളിപ്പോ നോക്കാൻ പോകുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെയിൻ ആയിട്ട് നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ നോക്കി കുറെ കാര്യങ്ങൾ ഓരോ സെഷൻസും എന്തൊക്കെയാന്ന് നോക്കി നമ്മള് ഈ ഒരു കുറച്ച് റാപ്പപ്പ് വീഡിയോസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് എന്തൊക്കെയാ തോന്നിയേക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ ഇടാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പി ആയിരിക്കും, അല്ലെങ്കിൽ ചില മെമ്മറീസ് കണ്ടപ്പോൾ ചില സ്വീറ്റ് മൊമെന്റ്സ് കണ്ടപ്പോൾ ചിലപ്പം നിങ്ങൾക്ക് ഒരു എന്തോ ഒരു പ്രത്യേക സ്നേഹം തോന്നിക്കാണും, പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് തോന്നിക്കാണും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ എന്തെങ്കിലും വന്ന് കാണും. അത് ഒരു എന്താണോ നിങ്ങൾക്ക് ഫീൽ ചെയ്തത്, എല്ലാം ഗുഡായിട്ടാണോ തോന്നി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇമോജീസ് ചാറ്റിനകത്ത് കാണിക്കാം, നിങ്ങൾക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ദെൻ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ബെസ്റ്റ് പെർഫോമേഴ്സ് ആണ്. ബെസ്റ്റ് പെർഫോമേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളിൽ എല്ലാവരും തന്നെ ബെസ്റ്റ് പെർഫോമേഴ്സ് ആണ്. പലർക്കും പല സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് ചിലർക്ക് എല്ലാ സെഷൻസിലും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷെ ചോദിച്ച് അതിന്റെ വീഡിയോസ് വരുന്ന അനുസരിച്ച് വെയിറ്റ് ചെയ്ത് കണ്ടവരുണ്ട്. നിങ്ങളുടെ മെന്റേഴ്സ് പറഞ്ഞു, അപ്പം അതിനുവേണ്ടി വെയിറ്റ് ചെയ്തവരുണ്ടായിരുന്നു. പിന്നെ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തവരുണ്ട്. നിങ്ങളുടെ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ആക്ഷൻ ടാസ്കുകൾ കറക്റ്റ് ഓൺ ടൈമിൽ പ്രസന്റ് ചെയ്തവരുണ്ട്. അല്ലെങ്കിൽ ആ പ്രസന്റ് ചെയ്ത വേ അതെല്ലാം കൂടെ നോക്കി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആക്റ്റീവ്നെസ് എല്ലാം കൂടെ കൺസിഡർ ചെയ്താണ് നമ്മളൊരു ബെസ്റ്റ് പെർഫോമേഴ്സ് ആയിട്ട് ഒരു 2-3 പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവര് മാത്രം ബെസ്റ്റ് പെർഫോമേഴ്സ് എന്നല്ല, കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവര് ഇപ്രാവശ്യം ഇച്ചിരി എന്തൊക്കെയോ ഒരു ചില കേസിലൊക്കെ നമുക്കൊരു എന്തൊക്കെയോ ഒരു കുറച്ച് പ്രത്യേകതകൾ തോന്നിയിട്ടുണ്ട്. ആക്റ്റീവ്നെസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് ഒരു മികച്ച രീതിയിൽ എന്തൊക്കെയോ തോന്നി. അതേപോലെ തന്നെ ഓരോ സെഷൻസിലും ഓരോ ഇവന്റ്സിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ബെസ്റ്റ് പെർഫോമേഴ്സും അല്ലെങ്കിൽ ഓരോ ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ പൊസിഷൻ വരാനുള്ള ഓരോ കോമ്പറ്റീഷൻസും കാര്യങ്ങളും മുന്നോട്ടുള്ള ജേർണിയിലും ഉണ്ട്. അപ്പം നമ്മളുടെ ഈ ഒരു ഓറിയന്റേഷൻ സെഷനിലെ ബെസ്റ്റ് പെർഫോമൻസിനെ നോക്കാം. ഫാത്തിമത്ത് ഷഹാന, ദെൻ റിസാന KP, സൗദ MK. നിങ്ങളുടെ ബാച്ച്മേറ്റ്സ് അല്ലേ, അറ്റ്ലീസ്റ്റ് ചാറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒന്ന് കൺഗ്രാറ്റുലേറ്റ് ചെയ്തൂടെ? ക്ലാപ്പോ എല്ലാ ഇമോജീസും നമ്മുടെ ചാറ്റ് ബോക്സിൽ അവൈലബിൾ അല്ലേ? റിയാക്ഷൻസ് കൊടുക്കാം നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു അപ്രീസിയേഷൻ അവർക്ക് കൊടുക്കാം. അപ്പം ഇങ്ങനെ 3 പേരാണ് നമ്മളുടെ ബെസ്റ്റ് പെർഫോമേഴ്സ് ആയിട്ട് ഇപ്പം ഓറിയന്റേഷന്റെ ഇതിൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവരുടെ ആക്റ്റീവ്നെസ് അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻ ടാസ്ക് പ്രസന്റ് ചെയ്തതും എല്ലാവർക്കും കൂടെ കൺസിഡർ ചെയ്താണ്. ദെൻ നമ്മൾ ഇനി ഇവരുടെ ഫീഡ്ബാക്ക് ഒക്കെ കളക്ട് ചെയ്യാൻ വരുന്നുണ്ട്. ഓൺ ദ വേ നമുക്ക് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാം. ഇനി അത് മാത്രമല്ല, അതിനു മുമ്പ് നമുക്ക് ഫീഡ്ബാക്ക് ഫോം എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ട്. സെഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗൂഗിൾ ഫോം പ്രൊവൈഡ് ചെയ്ത് തരും. നിങ്ങളുടെ മെന്റേഴ്സ് ഈ ഒരു സെഷൻ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. അതായത് ഇതിനകത്ത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന അല്ലെ തുറന്നു പറയുന്നവരുണ്ട്. ചിലർക്ക് ഫീഡ്ബാക്ക് പറയണമെന്നുണ്ട്, നിങ്ങളുടെ മെന്റേഴ്സിനോട് മാത്രമേ പറയൂ എന്ന രീതിയിൽ രഹസ്യമായിട്ട് ഒതുങ്ങിയിരിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ അവരോടേ വാതർന്ന് പെട്ടെന്ന് എനിക്ക് എന്താണ് പുറമെ എല്ലാരോടും ഇങ്ങനൊന്ന് സംസാരിക്കാൻ മടിയാണ്, പക്ഷെ എങ്കിലും ഫീഡ്ബാക്ക് പറയണം എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ തുറന്ന് അല്ലാതെ തന്നെ സംസാരിക്കാൻ പലരും ഓരോരുത്തരും ഓരോ രീതിയിലാണ്. എങ്ങനെ ആണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഈ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് തന്നെയാണ്. കാരണം ഈ ഒരു ഫീഡ്ബാക്കിന്റെ ബേസിലായിരിക്കും നമുക്ക് ഈ ഒരു ഓറിയന്റേഷന്റെ എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടോ, നിങ്ങൾക്ക് ഏതെല്ലാം രീതിയിലാണ് ഇത് എഫക്റ്റീവ് ആയത്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി എന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കാവുന്നത് ഈ ഒരു ഫീഡ്ബാക്ക് ഫോമിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് സെക്ഷനിൽ നിന്നായിരിക്കും. ഇതനുസരിച്ചാണ് വരുന്ന ഓറിയന്റേഷൻസിലും വരുന്ന സെഷൻസിലും ഒക്കെ നമുക്ക് എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ കൂടുതൽ ചിലപ്പം
ഇന്ന രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇന്നത് ഞങ്ങൾക്ക് കൂടുതൽ എഫക്റ്റീവായി എന്ന് നിങ്ങൾ പറയുമ്പം അതിൽ നിന്ന് നമുക്കും ചില ഇൻസൈറ്റ്സ് അല്ലെങ്കിൽ ചില പോയിന്റ്സ് ഒക്കെ നമുക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെ നിങ്ങളുടെ തുറന്നുള്ള ഫീഡ്ബാക്ക് അറിയിക്കാനുള്ള ഒരു ഗൂഗിൾ ഫോം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തുതരും. അത് ഓൺ ടൈം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. എല്ലാവരും മസ്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാൻ നോക്കുക. ഒന്നും വേറെ ആരും അല്ലെങ്കിൽ തമ്മിൽ ആരെങ്കിലും കേൾക്കുമോ അറിയുമോ എന്നൊരു ഭയമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മടിയൊന്നും വേണ്ടല്ലോ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിന്. അപ്പം അത് എല്ലാവരും കമ്പൽസറി ആയിട്ട് ഫില്ല് ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ ഓൺലൈൻ അസസ്മെന്റ് OP 9.0യുടെ ഒരു ഓൺലൈൻ അസസ്മെന്റ് ഉണ്ട്. അതും നിങ്ങൾക്ക് അതിന്റെ മെസ്സേജ് പ്രൊവൈഡ് ചെയ്ത് തരും. അത് മെയിൻ ആയിട്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഓറിയന്റേഷൻ നടത്തി. ഓറിയന്റേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു 10 സെഷൻസ് നടത്തിയതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെല്ലാം മനസ്സിലായി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം അതിൽ നിന്ന് ലേൺ ചെയ്യാൻ പറ്റി എന്നതായിരിക്കും മെയിൻ ആയിട്ട് അതിനകത്ത് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് 2 കാര്യങ്ങളാണ് നമ്മൾ 2 പാർട്സ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉദ്ദേശിക്കുന്നത്. അതായത് കോമൺ ആയിട്ടുള്ള ഇഗ്നോയുടെ ക്വസ്റ്റ്യൻസ് കാണും. അതായത് ഇഗ്നോയുടെ അസൈൻമെന്റ്സ്, ടീം ഇവാലുവേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലായി എന്നതിനെ ഒന്ന് വിലയിരുത്താൻ അസസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും കാണും. അതേപോലെ തന്നെ സിലബസ് സ്ട്രക്ചറും കോഴ്സ് ഡീറ്റെയിലിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന് അറിയാനുള്ള MCQ ക്വസ്റ്റ്യൻസും കാണും. ഇതായിരിക്കും നിങ്ങളുടെ ആ ഒരു ഓൺലൈൻ അസസ്മെന്റിലുള്ളത്. അപ്പൊ അതിന്റെ ഇൻഫർമേഷൻസ് ജസ്റ്റ് ഗൈഡ് ലൈൻസ് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജും പ്രൊവൈഡ് ചെയ്ത് തരും. അതും നിങ്ങൾ മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ആ ഓൺലൈൻ അസസ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു സെഷൻ കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മെന്റർ ആ ഒരു മെസ്സേജും ആ ഒരു ഗൈഡ് ലൈൻസും ഒക്കെ ഷെയർ ചെയ്ത് തരും. അതിനകത്ത് മെയിൻ ആയിട്ട് ഈ 2 കാര്യങ്ങളും നിങ്ങൾ നോക്കി ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഷെയർ ചെയ്ത് തന്നിരിക്കുന്നതാണ് ന്യൂ ഹൊറിസോൺസ് ഫോംസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ അറിയാൻ വേണ്ടിയുള്ള ഒരു ഫോമാണ് ന്യൂ ഹൊറിസോൺ ഫോം എന്ന് പറയുന്നത്. നമുക്ക് വെറുതെ ഡാറ്റ കളക്ട് ചെയ്ത് വെക്കാൻ വേണ്ടി മാത്രമല്ല, യുവർ പാത്വേ ടു പേഴ്സണലൈസ്ഡ് സപ്പോർട്ട്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആവശ്യം അനുസരിച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് തരാൻ വേണ്ടി നിങ്ങളുടെ ഓരോ വീക്കും പ്ലസും ഓരോ പോയിന്റ്സ് ഒക്കെ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുൾ ആകുന്ന ഒരു ഫോമാണ് ന്യൂ ഹൊറിസോൺ ഫോംസ്. ഓൾറെഡി എല്ലാവർക്കും ഷെയർഡ് ആണ്. ന്യൂ അഡ്മിഷൻസ് എടുത്ത് ഇപ്പൊ ഇന്നും ഇന്നലെയുമായിട്ടൊക്കെ വന്നിരിക്കുന്നവർക്ക് മാത്രമായിരിക്കും മേ ബി അത് അവൈലബിൾ അല്ലാത്തത്. അവർക്ക് ഓൾറെഡി കിട്ടും. നിങ്ങൾ എല്ലാവരും അത് മസ്റ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്തിട്ട് മേഡറിനോട് പറയാം അത് സബ്മിറ്റ് ചെയ്തു കംപ്ലീറ്റ് ചെയ്തെന്ന് ഇൻഫോം ചെയ്യുകയും ചെയ്യും. അതിനകത്ത് നിങ്ങളുടെ എന്താണ് ഇതുപോലെ അക്കാഡമിക് റിലേറ്റഡ് കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് നിങ്ങളെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെയാണ് ആ ഒരു ഫോമിൽ വരിക. അപ്പൊ നിങ്ങളുടെ ഈ ഒരു 3 ഫോംസ് അല്ലെങ്കിൽ 3 ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യുക. ഇപ്പൊ എല്ലാ സെഷൻസിനകത്തും നമ്മൾ ആക്ഷൻ ടാസ്ക് പറഞ്ഞല്ലോ, അതേപോലെ ഇന്ന് നമുക്ക് ചെയ്യാനുള്ള ഈ ഒരു സെഷൻ കഴിഞ്ഞിട്ട് നമുക്ക് മെയിൻ ആയിട്ട് തീർക്കാനുള്ളത് ഈ ഒരു OPയുടെ ഫീഡ്ബാക്ക് ഫോം ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഓൺലൈൻ അസസ്മെന്റ് ഉണ്ട്, അത് നമ്മൾ ഫില്ല് ചെയ്യണം അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ന്യൂ ഹൊറിസോൺ ഫോംസ് ആരെങ്കിലും പെൻഡിങ് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കംപ്ലീറ്റ് ചെയ്യുക. അപ്പം ഇത് ഇത്രയുമാണ് നമുക്ക് ഈ ഒരു സെഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ഹോൾ ഇതില് നമുക്ക് കൂടുതലായിട്ട് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ബേസിൽ നമ്മൾ പുതിയൊരു ജേർണിയിലോട്ട് തുടങ്ങുക. അപ്പം ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്ന് അതായത് ഇതിൽ നിന്ന് മാത്രമല്ല ഈ ഒരു മൊത്തത്തിൽ ഹോൾ സെഷൻസിൽ നിന്ന് പലരെ കണ്ടല്ലേ, മെന്റേഴ്സിന്റെ ടീമിനെ മാത്രമല്ല ഹോൾ ലേൺ വൈസ് ടീമിനെ പരിചയപ്പെട്ടു, ഇഗ്നോയുടെ കാര്യങ്ങൾ പരിചയപ്പെട്ടു, അല്ലെങ്കിൽ കുറെ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റി, സിലബസുകളെ കുറിച്ച് പഠിക്കാൻ പറ്റി. അപ്പം ഹോൾ ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു സെഷൻ ഫീൽ ചെയ്തത് അല്ലെങ്കിൽ ഈ ഒരു ഓറിയന്റേഷൻ ഫീൽ ചെയ്തത് എന്ന് ഷെയർ ചെയ്യാനുള്ള ഒരു ടൈമാണ്. അപ്പം ആദ്യം തന്നെ നമുക്ക് നമ്മളുടെ ബെസ്റ്റ് പെർഫോമൻസിൽ നിന്ന് തുടങ്ങിയാലോ? നിഷ മാം, നമുക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഫീഡ്ബാക്ക് പറയാമോ? എങ്ങനെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തുടങ്ങിയപ്പോ തന്നെ ഒരു ബെസ്റ്റ് പെർഫോമർ എന്നൊരു റെക്കഗ്നീഷൻ ഒക്കെ കേൾക്കുമ്പോൾ എന്താണ്, ഹാപ്പി ആണോ എന്താന്നുള്ളതൊന്ന് ഷെയർ ചെയ്യാമോ? ഹായ് മാം. കേൾക്കാമോ? ഹാപ്പിയാണ്, പ്രതീക്ഷിച്ചിട്ടില്ല. എന്നാലും സന്തോഷമായോ? ഓ, സന്തോഷായി. എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻസ്? എല്ലാം അടിപൊളിയാണ്. എല്ലാ സെക്ഷനും ഞാൻ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയോ? ഹെൽപ്ഫുൾ ആയിരുന്നു.
ഓക്കെ. എല്ലാത്തിനകത്തും ഒരുവിധം നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ പറ്റിയില്ലേ? ഏകദേശം ഐഡിയാസ് ഒക്കെ കിട്ടിയോ? കാര്യങ്ങളൊക്കെ ക്ലിയർ ആയോ? ഓ എല്ലാം ക്ലിയർ ആയി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ളത് മെന്റേഴ്സിനോടൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്ത് ആക്റ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകണം കേട്ടോ. ഓക്കെ ഓക്കെ വരുന്ന ഓരോ സെഷൻസും പ്രോഗ്രാംസും വരുമ്പോഴും ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുക. കാര്യങ്ങളിലൊക്കെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുക. നല്ല രീതിയിൽ പഠിച്ച് പാസ്സായി മുന്നോട്ട് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തു പോകുക കേട്ടോ. ഓക്കെ ഓക്കെ പുറത്തേനുള്ളത്. ഓക്കെ. പറഞ്ഞിരുന്നു. മാം പറഞ്ഞിരുന്നു. പ്രസാനിക്ക് ഒരു ചെറിയൊരു ഇതുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആ ഓക്കെ. എന്റെ പേര് തന്നെ പെട്ടെന്ന് ഓടിച്ചിട്ടപ്പോ ആ പേര് കണ്ടപ്പോ പെട്ടെന്ന് അതാ വിളിച്ചത്. റാൻഡമായിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുക. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻസ്? സെക്ഷൻസ് ഞാന് ഹോസ്പിറ്റലിലൊക്കെ ആയതുകൊണ്ട് എനിക്ക് അധികം കാണാൻ പറ്റിയിട്ടില്ല. എങ്കിലും കണ്ടെടുത്തോളം ഒക്കെ നല്ല നല്ല സെക്ഷൻസ് ഒക്കെ തന്നെയായിരുന്നു. ഹാപ്പി ആയിരുന്നോ സെഷൻസിലൊക്കെ? ഹാപ്പി ആയിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു കോളേജിൽ പോകുന്ന ഒരു ഫീല് തോന്നും സെക്ഷൻസ് കണ്ടു കഴിയുമ്പത്തേന്. പിന്നെ ഒരുപാട് സപ്പോർട്ട് തരുന്നുണ്ട്. പുറമേ നമ്മൾ പോകുന്നതിലുപരി കൂടുതൽ സപ്പോർട്ട് തരുന്നുണ്ട്. ഒരു മെന്ററിനോടാണെങ്കിലും നമ്മളൊരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ക്ലിയർ ആയിട്ട് അവർ നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏത് കാര്യമായിട്ടുണ്ടെങ്കിലും നമ്മളെ വിളിച്ചോ അല്ലാണ്ടൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. തുടർന്നുള്ള ജേർണിയിലും ഞങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ട്. ധൈര്യമായിട്ടിരിക്കുക. എന്റെ ഹോസ്പിറ്റൽ കേസ് ഒക്കെ സോൾവ് ചെയ്ത് പെട്ടെന്ന് സ്റ്റഡീസിലോട്ട് എൻഗേജ്ഡ് ആയി വരട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കാം. Okay. മുന്നോട്ടുള്ളതും നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഇനിയുള്ള സെഷൻസ് ഒക്കെ thank ഇതിന്റെ you. ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെന്ററിനോട് ചോദിച്ചാൽ മതി, ക്ലിയർ ചെയ്ത് തരും. അതേപോലെ എന്താണ് മുന്നോട്ടുള്ള ഓരോ പ്രോഗ്രാംസ് വരുമ്പോഴും ഇനി കൂടുതലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. Okay, thank you, ma'am. ഓക്കെ. താങ്ക് യു. നെക്സ്റ്റ് ആരാണ്? ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റാതെ എന്തുകൊണ്ട് എനിക്ക് ബെസ്റ്റ് പെർഫോമൻസിന്റെ ഇത് കിട്ടിയെന്നാണ്. ഞാൻ എങ്ങനെയാന്ന് വെച്ചാല് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഒരു 6:30 ആകുമ്പോ വീട്ടിലെത്തുന്നത്. അതൊക്കെ കഴിഞ്ഞ് ആകെ ചടപ്പായിട്ടാ വീട്ടിലുണ്ടാവുക. അങ്ങനെ ഞാൻ ഫ്രഷ് ഒക്കെ ആയിട്ട് ക്ലാസ് ഇങ്ങനെ വന്ന് കേൾക്കും. പിന്നെ ക്ലാസ് കഴിയുന്ന ടൈമിന് തന്നെ ടാസ്ക് വരികയും ചെയ്യും. ഗായത്രി മാം ആണ് എൻ്റെ മെന്റർ. അപ്പോൾ അവര് ആ ടൈമിന് തന്നെ തരും. അപ്പോൾ മാക്സിമം ഞാൻ ആ ടൈമിന് തന്നെ എഴുതി അങ്ങ് വിട്ടേക്കും. കാരണം എനിക്ക് പിന്നെ എന്നോട് മറന്നു പോകും ആ ഒരു കാര്യം ചെയ്യുന്നത്. അങ്ങനെ ഒരു കാര്യേ ചെയ്യാനുണ്ടെന്ന് മറന്നു പോകും. അപ്പോൾ രാവിലെ അതാണ് മെയിൻ അല്ലേ? ഓൺ ദ സ്പോട്ട് തന്നെ കറക്റ്റ് ആയിട്ട് തന്നെ ടാസ്കുകൾ ചെയ്ത് കൊടുക്കുന്നതൊക്കെ ആയിരിക്കും മേ ബി കൺസിഡർ ചെയ്തത് അല്ലെ? ഒരു പ്ലസ് ആക്ച്വലി പോയിന്റ് ആയിട്ട് എനിക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നോട് മറന്നു പോകും. അതുകൊണ്ട് ചെയ്തിടുന്നതാ. അല്ലാതെ എനിക്ക് ഇങ്ങനെ കിട്ടുന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ അതിനു വേണ്ടി ചെയ്തിട്ടുണ്ടോന്ന് എനിക്ക് ഡൗട്ടാ. കാരണം എനിക്ക് 2 സെക്ഷനൊക്കെ മിസ്സായിട്ടുണ്ട്. അതൊക്കെ ഞാൻ യൂട്യൂബ് ക്ലാസ് ആയിട്ടാണ് ഞാൻ കേട്ടത്. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് കിട്ടിയെന്നുള്ളതിൽ ആകെ കിളി പോയി ഇരിക്കുക എപ്പോഴും. ആ ഒരു എക്സൈറ്റ്മെന്റ് എന്തുകൊണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് അത് അറിഞ്ഞപ്പോൾ ഉള്ള ഒരു എന്താണ്, സന്തോഷമാണോ, കിളിപോയത് പറഞ്ഞ പോലെ തന്നെ കിളിപോയതാണോ, എന്താന്നുള്ള അവസ്ഥ മനസ്സിലായി കാണത്തില്ല. ഗായത്രി മാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും എന്തൊക്കെ പോയിന്റ്സ് ആണ് അതിലെ പ്ലസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്തത്, എന്തുകൊണ്ടാണ് എന്നുള്ളത് വഴിയെ വിളിച്ച് പറഞ്ഞുതരും. ഗായത്രി മാം ഉണ്ടല്ലോ ഇതിന്റെ അകത്ത്, സെഷനകത്ത്. ഗായത്രി മാം എന്തൊക്കെ പോയിന്റ്സ് ആയിരുന്നു ആള് ഓൺ ദ സ്പോട്ട് ആണ് അല്ലെങ്കിൽ എന്താണോ ചിലപ്പോ ആ ആക്ടിവിറ്റീസ് ചെയ്തതിലെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ കൺസിഡർ ചെയ്താണ്. ചിലപ്പോൾ അതിനകത്തെ ചില ആൻസേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ എല്ലാം കൂടി കൺസിഡർ ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. അതിനൊക്കെ ആയിരിക്കും. എന്തുവാണേലും മുന്നോട്ടുള്ള സെഷൻസിലും അപ്പം നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പൊ ഇച്ചിരി കൂടെ നമുക്ക് കൂടുതലായിട്ടൊക്കെ നേടിയെടുക്കാം എന്നൊരു ഉത്സാഹമായില്ലേ, ഒരു എനർജി കിട്ടിയില്ലേ അന്നേരം? ആ ഒരു ഉഷാറല്ല എനിക്ക് എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് തന്നെയാണ്. എനിക്കൊരു മടിയും ഒന്നും ഇല്ലാതെ മുന്നോട്ടേക്ക് പോകാൻ പറ്റിയ മതിയേനു എന്നുള്ളൊരു വിശ്വാസത്തോട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. പിന്നെ ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് എനിക്ക് ക്ലാസ് കേൾക്കാൻ പറ്റാത്ത ഒരു ടൈം ഇഷ്യൂ മാത്രമേ ഉള്ളൂ. കാരണം മോർണിംഗ് ഡ്യൂട്ടിയാണ് ഇപ്പം. മോർണിംഗ് ഡ്യൂട്ടിയും കിട്ടുന്നുണ്ട്, ലേറ്റ് ആയിട്ട് വീട്ടിലെത്തുകയും കൂടെ ചെയ്യുന്നുണ്ട്. ആകെ ഫുള്ളായിട്ട് ടയേർഡ് ആവാണ്, ഉറക്ക് തീരെ കിട്ടുന്നില്ല. അപ്പം എന്താ ഞാൻ ഈ ഒരു ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ എന്താ ഈ ഒരു കാര്യം കണ്ടിന്യൂ ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചത്.
ചിലപ്പോ അന്നേരം മൈൻഡ് മാറിയിട്ട് ഞാൻ ട്രെയിനിങ്ങിന് കയറുമോ എന്നും അറിയില്ല. അപ്പം നമുക്കത് ഇതില് ടൈം അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. നമ്മളുടെ എന്തെങ്കിലും ഇപ്പൊ ഡെയിലി തന്നെ നോക്കി തീർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ ടൈം ടേബിൾ നിങ്ങൾക്ക് ഒരു എളുപ്പത്തിനാണ് അങ്ങനെ തരുന്നത്. ഡെയിലി ഉം 1 ഉം അവർ അല്ലെ 1.5 അവർ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പോർഷൻ അങ്ങ് തീർക്കുക. നമ്മുടെ മുന്നിൽ ഒരു ടാർഗറ്റ് ഇല്ല എങ്കിൽ നമ്മൾ ഒരിക്കലും പഠിച്ചു തീർക്കത്തില്ല. നമ്മുടെ മുന്നിൽ ഒരു ടാർഗറ്റ് ഉണ്ട് എങ്കിൽ നമ്മൾ അയ്യോ എനിക്കിത് തീർക്കണമല്ലോ, അല്ലെ ആ ഒരു പോർഷൻ പഠിച്ചില്ലെങ്കിൽ എന്താകും, അങ്ങനൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മുന്നിൽ വരും. അപ്പൊ അല്ലെങ്കിൽ അല്ല മാം വിളിക്കുമ്പോ ഞാൻ എനിക്ക് പറയണമല്ലോ പഠിച്ചോ പഠിച്ചില്ല. അപ്പൊ എന്തെങ്കിലും ഒരു നമ്മുടെ മുന്നിൽ ഒരു സംഭവം ഒരു കയ്യിലുണ്ട് എങ്കിൽ മാത്രമേ നമ്മൾ മുന്നോട്ട് അത് പഠിക്കാൻ നോക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്തത്. അപ്പം പഠിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ പഠിക്കാൻ പറ്റുന്നത്രയും പോർഷൻ നോക്കും. അതിപ്പം എല്ലാവരോടുമായിട്ടുള്ള ഒരു സജഷൻ ആയിട്ട് പറയുകയാണ്. നിങ്ങൾക്ക് ഒരു ദിവസം ആ തന്നിരിക്കുന്ന പോർഷൻ കവർ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ആ ഒരു വീക്കിൽ മാക്സിമം എങ്ങനെയും നിങ്ങൾ കവർ ചെയ്തെടുക്കാൻ നോക്കുക. അങ്ങനെ നമുക്ക് പോർഷൻസ് കവർ ചെയ്യാൻ പറ്റും. അല്ലെ നമുക്ക് ഭയങ്കര ബിസിയാണ്, നിങ്ങൾ എല്ലാവരും ബിസിയാണ്, ചിലർ ജോലിയുള്ളവരും ചിലർ വേറെ കോഴ്സ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ നമ്മൾ ചെറിയ ചെറിയ പോർഷൻസ് അല്ലേ തരുന്നേ, അത് നിങ്ങൾ മാക്സിമം ആ ഒരു വീക്കിൽ അല്ലെങ്കിൽ ഒരു 2 വീക്സിനുള്ളിൽ കവർ ചെയ്ത് പോവുക എന്ന രീതിയിൽ നോക്കുക. ഇനി തീരെ പറ്റിയില്ല, ഇതുപോലെ വല്ല ഇന്റേൺഷിപ്പോ ട്രെയിനിങ്ങോ ഒക്കെ കയറിയിരിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു മാസത്തിനുള്ളിൽ എങ്ങനെയൊക്കെ ഒന്ന് ഓടിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു റിവിഷൻ സെഷൻസ് ഒക്കെ ഉണ്ടല്ലോ അത് നോക്കിയാണെങ്കിലും കവർ ചെയ്ത് എങ്ങനെയും പോർഷൻസ് അങ്ങ് തീർക്കണം. ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങ് നോക്കി പോയില്ലെങ്കിൽ നമ്മൾ ഒരു ഇമ്പോർട്ടന്റ് ബേസിലുള്ള പോർഷൻസിന് എങ്കിലും നോക്കി വെച്ചില്ലെങ്കിൽ എക്സാമിന്റെ തലേന്ന് വരുമ്പോൾ നമ്മൾ പെട്ടുപോകും. അപ്പൊ ആ ഒരു രീതിയിൽ ഒന്ന് പോർഷൻസ് ഏകദേശം ഒന്ന് നോക്കി കവർ ചെയ്യാനെങ്കിലും ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ടെൻഷൻ അടിച്ചിരിക്കല്ലോ കേട്ടോ. ഓക്കെ മാം. ഓക്കെ. ടൈം ഇഷ്യൂസ് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റട്ടെ, നല്ല രീതിയിൽ പഠിക്കാൻ പറ്റട്ടെ, നല്ല രീതിയിൽ മുന്നോട്ട് ഉഷാറായിട്ട് നിൽക്കാൻ പറ്റട്ടെ കേട്ടോ. താങ്ക് യു മാം. നെക്സ്റ്റ്. ഓക്കെ. നെക്സ്റ്റ് ആർക്കാണ്? 1-2 പേർ കൂടെ പറയാം അല്ലേ മാം? പറയാം 1-2 പറയാം. പേരെ കൂടെ ഷംസീനെ ബികോംകാർ എന്ന് വിളിക്കാം. പറയുമ്പോൾ സാധാരണ ഉഷാറായിട്ട് എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നവരാ. ഞങ്ങളും കൊമേഴ്സുകാരാ. അപ്പൊ ഞങ്ങൾക്ക് കൊമേഴ്സുകാർക്ക് കൂടെ ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ എന്താ ചില നമ്മൾ കോളേജ് ലൈഫിലാണെങ്കിൽ സാധാരണ കേൾക്കുന്ന റോയൽ കൊമേഴ്സ്, ഇപ്പൊ റോയൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പോലെ തന്നെ സാധാരണ ഒന്ന് പറയുന്നതാണ് റോയൽ കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെയുള്ളവരെ ഇങ്ങനെ പേര് വിളിച്ച് വിളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശം മോശം. നന്നായിട്ട് ലേൺവൈസിനെ കുറിച്ചിട്ടും എന്താ എനിക്ക് കൊമേഴ്സിനെ കുറിച്ചിട്ട് ഞാൻ +2 കൊമേഴ്സ് തന്നെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ഒരു ടെൻഷൻ ആയിരുന്നു. ഒരു 5 ഇയർ ആയിട്ട് ഡിലേ ആയിട്ടാണ് ഞാൻ ഡിഗ്രി എടുത്തത് ഇപ്പൊ. അപ്പൊ എന്നെ കൊണ്ട് പറ്റുമോ? അതുപോലെ തന്നെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടൊക്കെ ഭയങ്കര ടെൻഷൻ ആയിരുന്നു. അതൊക്കെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞപ്പോ ഒക്കെ എനിക്കൊരു മനസ്സമാധാനമായി എന്ന് പറയാം. ഒരുപാട് ടെൻഷനൊക്കെ ഒഴിവാക്കാൻ കഴിഞ്ഞു. കുഴപ്പമില്ല, എന്നെ കൊണ്ട് പറ്റുമെന്നുള്ളൊരു തോന്നൽ ഇപ്പൊ ആയിട്ടുണ്ടോ കുറച്ചെങ്കിലും? ആയി കിട്ടി. അതുപോലെ നമ്മൾ ഈ ബികോമിന് അടുത്തുള്ള കരിയർ സ്കില്ലിനെ കുറിച്ചിട്ട് നമുക്ക് ഒരുപാടൊന്നും അറിയാൻ കഴിഞ്ഞില്ല. അതിപ്പോ കഴിഞ്ഞൊരു 8ാമത്തെ സെക്ഷൻ ഉണ്ടായിരുന്നല്ലോ, അതില് ഫുള്ളായിട്ട് ഒന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു സാറിന്റെ ക്ലാസ്. ഓക്കെ. അപ്പം മുന്നോട്ട് നല്ല രീതിയിൽ എനർജറ്റിക് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാന്ന് തീരുമാനിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അങ്ങനെ തന്നെ ആ പോവല്ലേ, തുടങ്ങി നിൽക്കുമല്ലേ? അതെ. നല്ല ഉറപ്പായിട്ടും. രീതിയിൽ പോവുക കേട്ടോ. ഉം. ഓക്കെ. നല്ല താങ്ക് യു. റിസൾട്ടും നല്ലൊരു എഡ്യൂക്കേഷനും ആയിക്കൊള്ളട്ടെ. ഞങ്ങളും കൂട്ടത്തിൽ പ്രാർത്ഥിച്ച് കൂട്ടത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ. ഓക്കെ. നെക്സ്റ്റ്. ആദ്യമൊക്കെ ഫസ്റ്റ് 2-3 ക്ലാസ് ഒക്കെ ഞാൻ കുറച്ച് ടെൻഷൻ ആയിരുന്നു, എന്നെ കൊണ്ട് പറ്റുമോ, 2-3 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്, പറ്റുമോ ഇല്ലയെന്നൊക്കെ. പക്ഷെ ഓറിയന്റേഷൻ ഇപ്പൊ കംപ്ലീറ്റ് ആയിരിക്കുന്ന ഈ ടൈമിൽ എനിക്ക് തോന്നുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റും. ലേൺവൈസ് വഴി എനിക്ക് ഹരിതേ പറ്റുമെങ്കിൽ ഹരിതേ ഞാൻ ഓർക്കുന്നത് മറ്റേ നമ്മുടെ ഗെയിമിന്റെ ഒക്കെ സമയത്തെ ആദ്യമൊക്കെ മടിച്ച് മടിച്ച് മാറി നിന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ആയപ്പോഴത്തേന് മാത്രം ആക്റ്റീവായിട്ട് വന്ന ഒരാളാ അല്ലേ? അതെ അപ്പം അതേപോലെ തന്നെയാന്ന് തോന്നുന്നു ഇപ്പൊ സെഷൻ പറഞ്ഞപ്പോഴും ആദ്യമൊക്കെ മടിച്ച് മടിച്ച് മാറി നിന്നിട്ട് ബാക്കി ഇപ്പൊ പറ്റുമെന്നുള്ളൊരു തോന്നലായില്ലേ? ഇത്രേ ഉള്ളു കാര്യം, നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റും എന്നൊരു സംഗതി ആയിട്ടുണ്ടല്ലോ, അത്രയും മതി, നമുക്കിനി ഓടിയെത്തും കേട്ടോ. ഇനി മുന്നോട്ട് പ്ലാൻ ചെയ്ത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ലേ? തീരുമാനിച്ചു. നല്ല ആക്റ്റീവായിട്ട് വരിക കേട്ടോ, കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ട്. ഓക്കെ, താങ്ക് യു. എന്തുണ്ടെങ്കിലും കണക്ട് ചെയ്യുക, ചോദിച്ച് ക്ലിയർ ചെയ്യുക. നല്ലൊരു നല്ലൊരു ഈ ഒരു 3 വർഷം കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ കേട്ടോ.
ഓക്കെ. നീറ്റ് പോരുത്. നിങ്ങൾ എല്ലാവരും 3 അല്ല, നിങ്ങളുടെ 4 വർഷമുണ്ട്. പക്ഷെ എങ്കിലും ആ ഒരു നമ്മുടെ നോർമൽ ആ ഒരു 3 വർഷമെങ്കിലും എന്ത് വേണേലും കംപ്ലീറ്റ് ചെയ്യുക. അതിൽ നിങ്ങൾ ചിലരൊക്കെയാണ് 4 ഇയർ അല്ലെങ്കിൽ ചിലർ 3 ഇയറും കൊണ്ട് നിർത്താൻ ഉദ്ദേശിക്കുന്നവരൊക്കെ കാണും. എന്ത് വേണേലും അത് കംപ്ലീറ്റ് ചെയ്തെടുക്കുക എന്നത് നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും നല്ലൊരു എന്താണ് നല്ലൊരു കറക്റ്റ് ഒരു എയിമായിട്ട് തന്നെ കൈ വെച്ചിരിക്കും കേട്ടോ. അല്ലെങ്കിൽ വേറെ എന്ത് തിരക്ക് വന്നാലും ഇത് വിട്ടു പോകരുത്. മുന്നോട്ടുള്ള പേപ്പേഴ്സ് ഒക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ടൈം ഇഷ്യൂ ആണ്, ഇപ്പൊ മുമ്പേ പറഞ്ഞ ടൈം ഇഷ്യൂ ആണ്, മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ട് കളയാതിരുന്നാൽ മതി. ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇനി ആർക്കെങ്കിലും പറയാൻ എന്തെങ്കിലും മൈക്കോണക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ചാറ്റ് ബോക്സിലാണെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് ഇടുവോ? എന്താ പറയാ, ഞാൻ ഫസ്റ്റ് ഒക്കെ വിചാരിച്ചപ്പോ എന്നെ കൊണ്ട് കഴിയൂലെന്നേ വിചാരിച്ചിരുന്നു. എന്താ ഭയങ്കര ടഫായി. കാരണം ഇപ്പൊ 3 വർഷത്തെ ഗ്യാപ്പ് വന്നു. +2 കഴിഞ്ഞിട്ട് 3 വർഷത്തെ ഗ്യാപ്പ് വന്നേന്. അപ്പൊ എന്താ എന്നെ കൊണ്ട് കഴിയൂല. എങ്ങനെ ഞാൻ എടുത്തും പോയി, ഡിഗ്രിക്ക് കൊടുത്തും പോയി, ഇനി എങ്ങനെ അങ്ങനെയൊക്കെ വിചാരിച്ച് നിൽക്കായിരുന്നു. പക്ഷെ ഈ ഒരു ഓറിയന്റേഷൻ ക്ലാസ്സിന്റെ ഒരു ഇതൊക്കെ കണ്ടപ്പോ തോന്നി എങ്ങനെയും കുറച്ച് സമയം കണ്ടെത്തിയാല് അത് എന്താ പറയാ നമുക്ക് നേടാൻ കംപ്ലീറ്റ് കഴിയും ചെയ്യാം. എന്നുള്ള ഒരു കംപ്ലീറ്റ് ചെയ്യാന്നുള്ള ഒരു ഇതിലിങ്ങനെ ഒരു എന്താ പറയാ ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടി. ഇൻഷാ അല്ലാ ഇതൊക്കെ കിട്ടിയ ഒരു സാധിക്കുമെന്ന് കോൺഫിഡൻസിൽ മുന്നോട്ട് വിചാരിക്കണം. പോകാം. ആ ഖുർഷിദ, ഇപ്പൊ ഒരു കാര്യം കേട്ടായിരുന്നോ? ഇപ്പം ഒരു 3 വർഷത്തെ ഗ്യാപ്പ് എന്നാ പറഞ്ഞേ. ഇപ്പൊ അതിന് മുമ്പ് പറഞ്ഞ ഒരാള് 5 വർഷ ഗ്യാപ്പ് പറഞ്ഞായിരുന്നു. അപ്പൊ ഇതൊന്നും ആ ഒന്നുമേ അല്ല, നമ്മുടെ ഗ്യാപ്പ് ഒന്നുമേ അല്ല, ആ ഇതിന്റെ അതെ, അപ്പുറം. ആ മറ്റേ ഒരു ഇവരെ വീഡിയോസ് അല്ല, ഓരോരുത്തരുടെ അനുഭവങ്ങൾ പറഞ്ഞില്ലേ, അതൊക്കെ കേട്ടപ്പോഴേ ഫീഡ്ബാക്ക് അവർക്കൊക്കെ അങ്ങനെ സാധിച്ചെങ്കിൽ നമ്മക്കും പറ്റും എന്നുള്ളൊരു എന്തുകൊണ്ട് ഇത് പറ്റുന്നത്? വന്ന്. നമുക്ക് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു എന്താണ് അലുമിനി ടോക്ക് പോലും വെച്ചത്. കാരണം അവർക്ക് പല ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അല്ലെ പല ഇതിൽ വെച്ചിട്ട് അവർക്ക് ഇത്രത്തോളം നേടിയെടുക്കാൻ പറ്റിയെങ്കിൽ ഹാർഡ് വർക്കിംഗ് മാത്രമല്ല, നമ്മളൊരു കുറച്ച് നമ്മളുടെ ഒരു ടൈമും കാര്യങ്ങളും എല്ലാം അതനുസരിച്ച് ഒന്ന് അറേഞ്ച് ചെയ്ത് മാറ്റിയാൽ മാത്രം മതി. നമ്മളൊന്നും പ്രത്യേകിച്ച് വലുതായിട്ട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരത്തില്ല. നമുക്ക് ഉള്ള സിറ്റുവേഷൻസ് ഒന്ന് നമ്മൾ അറേഞ്ച് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതിൽ നമുക്ക് അങ്ങ് സോൾവ് ചെയ്ത് എല്ലാം റോൾ ചെയ്ത് അതെ പൊക്കോളും. ഒരു ഇഷ്യൂസും വരത്തില്ല കേട്ടോ. ഇതിനകത്ത് ഇനി മടുപ്പ് കാണിക്കണം. ഇപ്പൊ ഒരു കിട്ടിയ കോൺഫിഡൻസ് ഉണ്ടല്ലോ, ആ ഒരു കോൺഫിഡൻസിൽ മുന്നോട്ട് പോവുക കേട്ടോ. ഓക്കെ, താങ്ക് യു ഓക്കെ. മുർഷിദ. വാട്സപ്പ് ഗ്രൂപ്പ് കാര്യങ്ങൾ നിങ്ങളുടെ നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ അങ്ങനെ പെർമിഷൻസ് ഇല്ല. കാരണം നിങ്ങൾക്ക് അത് പേഴ്സണലി നിങ്ങൾക്ക് തന്നെ എന്താ നെഗറ്റീവ് ആകും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അത് പറ്റില്ല അല്ലേ? നമുക്ക് സാധാരണ മന്തിന്റെ മീറ്റിംഗ്സും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് അല്ലാതെ മീറ്റപ്പ് ചെയ്യാൻ വേണ്ടി അല്ലാതെ കോമൺ ആയിട്ട് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതനുസരിച്ച് ഈ കോമൺ മീറ്റിംഗ്സ് ജനറലി മെന്റേഴ്സ് ഉൾപ്പെട്ടുള്ള രീതിയിൽ ഇതുപോലത്തെ എന്തെങ്കിലും സെഷൻസ് ആയിട്ട് വരും. അല്ലാതെ നിങ്ങൾക്ക് പേഴ്സണലി അങ്ങനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യത്തില്ല, പെർമിഷൻസ് ഇല്ല. കാരണം ഇപ്പം ചിലപ്പോ ഉള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എല്ലാ കൂട്ടത്തിലും പോസിറ്റീവ് ആയിട്ടുള്ളവരെയും കാണും, നെഗറ്റീവ് ആയിട്ടുള്ളവരെയും കാണും. ചിലപ്പോ നമ്മളെ പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റിനെക്കാട്ടും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു പോയാലും നല്ലതല്ലേ? നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ മെന്ററിനെ വിളിച്ചു കഴിഞ്ഞാൽ മെന്റർ എപ്പോഴും നിങ്ങൾ പഠിക്കുക. ഇപ്പൊ നിങ്ങളൊരു പോർഷൻ പഠിച്ചില്ല, ഇപ്പൊ ഇന്നൊരു ദിവസം പഠിച്ചില്ല എങ്കിൽ മെന്റർ എന്ത് പറയും? അത് സാരമില്ല, നിങ്ങൾ അടുത്ത ദിവസം കവർ ചെയ്തെടുക്കുക എന്നേ പറയത്തുള്ളൂ. വേറൊരാൾ ഇതിന്റെ അപ്പുറം പഠിച്ചു പോയെങ്കിൽ നമുക്ക് അത് ടെൻഷനാ. അത് കേൾക്കുമ്പോൾ നമുക്ക് ടെൻഷനാ കയറുന്നത്. അയ്യോ, അവരത്രയും കവർ ചെയ്തു, ഞാനേ ഉള്ളൂ പുറമോട്ട് നിൽക്കുന്നെന്നുള്ളൊരു ടെൻഷൻ. പക്ഷെ നിങ്ങളുടെ മെന്ററിനോട് കണക്ട് ചെയ്യുമ്പോൾ മെന്റർ എപ്പോഴും എന്തായിരിക്കും പറയുന്നത്? കുഴപ്പമില്ല, എല്ലാവരും ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്നതേ ഉള്ളൂ, നിങ്ങൾ ധൈര്യമായിട്ട് പഠിച്ചു വന്നോ. ഇതൊരു കേൾക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ സമാധാനം വരുന്നത്. അപ്പം അതുകൊണ്ടാണ് ഏറ്റവും ഇത് തന്നെ ആയിരിക്കും. വലിയ കുഴപ്പമില്ല, നിങ്ങൾക്ക് കോൺഫിഡൻസോടെ കവർ ചെയ്യാൻ പറ്റും ഇത് വരുമ്പോൾ. പിന്നെ കോമൺ ആയിട്ടുള്ള ജനറൽ സെഷൻസ് വരുമ്പോൾ നിങ്ങൾ ബാച്ച്മേറ്റ്സിനൊക്കെ കാണാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ കോമൺ ഇങ്ങനെയൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. അതിനകത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ നമ്മുടെ ഓറിയന്റേഷൻ സെഷൻ ഒരു OP 9.0യുടെ ഏകദേശം ഒരു എൻഡിലോട്ട് ഇരിക്കുകയാണ്. ഇത് നമ്മളുടെ എന്താണ് ഇതിന്റെ ഓറിയന്റേഷൻ സെഷന്റെ എൻഡ് ആണെങ്കിൽ പോലും നമ്മളുടെ
എഡ്യൂക്കേഷണൽ ജേർണിയുടെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. നമ്മളുടെ ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു എങ്കിൽ പോലും നിങ്ങൾ ഇവിടെ നിന്ന് ഒരു നല്ലൊരു തുടക്കമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതായത് മുന്നോട്ടുള്ള ജേർണിയിൽ നമ്മൾ മുന്നോട്ട് നല്ല രീതിയിൽ പോകുക, അല്ലെങ്കിൽ നല്ലൊരു തുടക്കമായിട്ട് നല്ലൊരു എന്താണ് നമ്മൾ മുന്നോട്ട് എന്തൊക്കെയാണോ ചെയ്യാൻ ഇപ്പൊ പ്ലാൻ ചെയ്ത് നിങ്ങളോട് പറഞ്ഞത്, ആ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നിവർത്തിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നടപ്പിലാക്കാൻ പോകുന്ന സമയങ്ങളാണ് മുന്നോട്ടുള്ളത്. അപ്പം ആ ഒരു സെഷൻസിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് നല്ല രീതിയിൽ തുടർന്ന് പോവുക. അപ്പം നമ്മുടെ ഓറിയന്റേഷൻ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. പക്ഷെ എങ്കിലും നമ്മളുടെ ജേർണി എന്ത് ചെയ്യുക, സക്സസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവുക. അപ്പൊ നിങ്ങളുടെ ഇഗ്നൈറ്റ്, ഇന്നോവേറ്റ്, ഇന്റഗ്രേറ്റ്, നമ്മൾ ആദ്യം തൊട്ടേ കേൾക്കുന്ന കുറച്ച് വാക്കുകളല്ലേ. ആ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, നമ്മൾക്ക് എല്ലാ ഒരു എൻഡിനും നല്ലൊരു ന്യൂ ബിഗിനിങ് ഉണ്ട് എന്ന രീതിയിൽ നമ്മൾ നല്ല ശുഭാപ്തി വിശ്വാസത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാന്ന് പറയത്തില്ല, അതേപോലെ തന്നെ ഇഗ്നോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ സക്സീഡ് ചെയ്യട്ടെ, അല്ലെങ്കിൽ വിജയിക്കട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു ഞങ്ങൾ ഹോൾ ടീം, ലേൺ വൈസ് ടീം മൊത്തത്തിൽ നിങ്ങൾക്ക് നല്ലൊരു എഡ്യൂക്കേഷണൽ ജേർണി വിഷ് ചെയ്തുകൊണ്ട് നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. OP 9.0 നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. നിങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുകയാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഹാപ്പി ലേണിംഗ് വിത്ത് ലേൺ വൈസ്. താങ്ക് യു ഫോർ ദ ജോയിനിങ്. നിങ്ങൾക്ക് ലീവ് ചെയ്യാമേ. നിങ്ങളുടെ ഗൂഗിൾ ഫോംസ്, അതായത് നമ്മളുടെ ഹൊറിസോണിന്റെ ഫോംസും കിട്ടാത്തവരുണ്ടെങ്കിൽ അത് ചോദിച്ച് ഫില്ല് ചെയ്യുക. അതേപോലെ തന്നെ ബാക്കി നിങ്ങളുടെ മുമ്പേ പറഞ്ഞ ഓൺലൈൻ അസസ്മെന്റും ബാക്കി നമ്മളുടെ ഫീഡ്ബാക്ക് ഫോംസും മെന്റർ ഷെയർ ചെയ്ത് തരും. ബൈ. താങ്ക് യു ഫോർ ജോയിനിങ്.